നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഡൗട്ടാണ് എങ്ങനെ പ്രൈസിങ് പറയാന്നുള്ളത്. പലപ്പോഴും പല ക്ലയൻസും പല രൂപത്തിലാണ് നമ്മളോട് ചോദിക്കുക, അല്ലെ? സർവീസുകളുടെ ഒരു പ്രത്യേകതയാണ്. എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിൽ പല ടൈപ്പ് ഓഫ് സർവീസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഓരോന്നിനും എങ്ങനെ പ്രൈസിങ് കൊടുക്കാം എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് ക്ലയന്റ് ചോദിച്ച ഇപ്പൊ ChatGPT ഒന്നും കൂടി നമുക്ക് അവരോട് പറയുന്നത് ആക്ട് ആസ് എ freelance digital marketer in കേരള. കേരളത്തിലോ ഡിജിറ്റൽ മാർക്കറ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ അവരോട് പറയണം നമ്മൾ ഈ ChatGPT-നോട്. അതിനുശേഷം നമ്മൾ ക്ലയന്റ് തന്ന വാട്സപ്പ് സ്ക്രീൻഷോട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, നമ്മൾ ChatGPT-ക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഞാനത് ഇവിടെ ChatGPT ഇപ്പൊ എന്ത് ചെയ്തു, അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. ഇനി അപ്പൊ അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഹൗ ആർ യു, ഇന്ന സ്ഥലത്തു നിന്നാണ്, സോഷ്യൽ മീഡിയ ബൂസ്റ്റ് ചെയ്യാണ് വേണ്ടത്, സോഷ്യൽ മീഡിയ ഇതും. അപ്പൊ ഇത് ഞാൻ അവർക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണ്. ഇത് മലയാളത്തിലാണെങ്കിൽ പോലും കൊടുക്കുക. അപ്പൊ ക്ലയന്റിനോട് ജസ്റ്റ് എന്തൊക്കെ വേണ്ടതെന്നുള്ള മലയാളത്തിലും ടൈപ്പ് ചെയ്ത് തരാം, അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ എങ്ങനെയാണെങ്കിൽ തരാം. അത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ChatGPT കൊടുത്താൽ മതി. അപ്പോൾ ChatGPT എന്ത് ചെയ്യും, അത് റീഡ് ചെയ്തിട്ട് അവര് ഒരു ഫ്രീലാൻസർ എന്നുള്ള പോലെ നമുക്ക് എന്ത് ചെയ്യും, തരും. ഇവിടെ എന്താണ്, അവരോട് നമുക്ക് കൊടുക്കാനുള്ള പല ഓപ്ഷൻസും നമ്മൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്, ഖത്തറിലുള്ള ഒരു ക്ലയന്റ് ആയതുകൊണ്ട് തന്നെ റിയാലിന്റെ കൗണ്ട് അടക്കം അവിടെ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിലും നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. 15,000 രൂപയുടെ പാക്കേജ് ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചെയ്ത് കൊടുക്കണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെതായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസിൽ ചേഞ്ചുകൾ വരുത്താം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം എന്താ 12 സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ ബേസിക് എക്സിഒ ഓഡിറ്റ്, പിന്നെ മന്ത്ലി പെർഫോമൻസ് റിപ്പോർട്ട്, ഇത്രയും കാര്യങ്ങൾക്ക് 15,000 ആണ്. ഇത്രയും കാര്യം 12 പോസ്റ്റർ നിങ്ങൾക്ക് 5,000 രൂപക്ക് ചെയ്യാൻ നിങ്ങൾ കംഫർട്ടബിളും സാറ്റിസ്ഫൈഡും ആണെങ്കിൽ നിങ്ങൾ 5,000 രൂപ പറയാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ മറ്റുള്ളത് നിങ്ങൾക്ക് വേണ്ടത് ഒഴിവാക്കുകയും ചെയ്യാം. ഇനി അത് തന്നെ ഗ്രോത്ത് പാക്കേജ് ഉണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ എന്ത് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ആളെ ബഡ്ജറ്റ് 10,000 ആണ്. ബഡ്ജറ്റ് നമ്മൾ എത്രയാണ് അവരോട് പറഞ്ഞത്, ബഡ്ജറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അയാൾ വേറെ ഒന്നും ഉണ്ടായിരുന്നു, നമ്മൾ ഇങ്ങനെ ബഡ്ജറ്റ് കണ്ടോ, QR ആയിട്ട് എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളതും നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു അവർ ചെയ്തു തന്നു. ബേസിക് 8 കസ്റ്റം സോഷ്യൽ മീഡിയ പോസ്റ്റർ, #, ആൻഡ് ക്യാപ്ഷൻ റൈറ്റിംഗ് നമ്മൾ ചെയ്യും. പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ബേസിക് SEO എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഇത്രയാണെന്നുള്ളത്. അപ്പൊ ഇനി ഗൂഗിൾ ആഡും കൂടി വേണമെങ്കിൽ ഗൂഗിൾ ആഡും കൂടി ചോദിക്കാം. ഇങ്ങനെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും. അപ്പോൾ പ്രൈസിങ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇനി മുതൽ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ആളുകൾക്ക് അനുസരിച്ചിട്ട് പ്രൈസിങ് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള പാക്കേജുകളും പ്രൈസിങ്ങുകളും പറയാൻ കഴിയുക. അപ്പോൾ ChatGPT ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ അതിന് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ബ്ലോഗ് പോസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഇട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഇട്ട് കൊടുക്കാം. ആഡ് മോർ വെബ്സൈറ്റ് സർവീസസ്. അപ്പോൾ നമുക്ക് വേറെ വെബ്സൈറ്റ് സർവീസുകൾ ആഡ് ചെയ്യാൻ അവരോട് പറയാം. അപ്പോൾ ഓരോ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്ത് തന്നു. നമ്മൾ എന്താണ് വെബ്സൈറ്റിൽ ഒന്നും കൂടി ഇതിൽ നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം. അവർ കുറച്ചും കൂടി എന്തുണ്ട്, മന്ത്ലി വെബ്സൈറ്റ് ട്രാഫിക് റിപ്പോർട്ട്, പിന്നെ ഹോം പേജ് സർവീസ് പേജ്, കണ്ടന്റ് റിവ്യൂ, ഇങ്ങനെയൊക്കെയാണ് ഇതാക്കിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഐ വാണ്ട് ടു ഓഫർ ഗൂഗിൾ ആഡ് ആൻഡ് ഫേസ്ബുക്ക് ആഡ്. ഈ 2 ആഡുകളും ഞാൻ ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെന്നെ വീണ്ടും ഇതിങ്ങനെ വായിക്കാനുള്ള ഒരു എബിലിറ്റി മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. നിങ്ങൾക്കത് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകം ഉണ്ടാവും, അവർ മെൻഷൻ ചെയ്തേക്കണം ആഡ് സ്പെൻഡ് ഇതാക്കിക്കണം. പിന്നെ പോസ്റ്റുകളെ കൗണ്ട് കുറച്ചു. അപ്പോൾ വെബ്സൈറ്റ് സർവീസ്, ഫേസ്ബുക്ക് സർവീസ് എന്നൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ആഡ് സെറ്റപ്പ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. ഈ കൺവേർഷൻ ട്രാക്കിംഗ് ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്ന് ഒഴിവാക്കുക. A/B ടെസ്റ്റിംഗ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ ഒന്നുകൂടി ഫ്ലെക്സിബിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാം, ഇതാക്കാം. പിന്നെ ആഡ് സ്പെൻഡ് ഏകദേശം എത്ര വേണം എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആഡ് സ്പെൻഡ് എത്ര വേണ്ടത് എന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ടൂളാണ് ChatGPT. അപ്പോൾ പ്രൈസിങ് എങ്ങനെയാണെന്നുള്ളതിന്
നിങ്ങളെ കൺഫ്യൂഷൻ ഇതിലൂടെ തീരും എന്നാണ് വിചാരിക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളെ മെന്ററുമായിട്ടൊക്കെ ഡൗട്ടുകൾ ചോദിക്കണം. കാരണം ഇങ്ങനെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ പ്രൈസിങ് പറയേണ്ടത്. ഇങ്ങനെയാണ് എഴുതി കൊടുക്കുമ്പോൾ തന്നെ ക്ലൈന്റ് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യും. അല്ലെങ്കിൽ ആ ക്ലൈന്റിന് ഇതുപോലെ പറഞ്ഞു കൊടുക്കുക, ഈ ഒരു ChatGPT തന്ന സാധനം വോയിസ് ആക്കി ഇട്ട് കൊടുക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ കൊടുക്കുകയും ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ചെയ്യാൻ കഴിയാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒരിക്കലും ഉൾപ്പെടുത്തരുത്. അത് നിങ്ങൾ ഇതിൽ നിന്ന് റിമൂവ് ആക്കും വേണം കൊടുക്കുമ്പോൾ. നിങ്ങൾ ക്യാൻവയിൽ ഇട്ടിട്ടോ ഡോക്യുമെന്റിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതന്നെ കോപ്പി ചെയ്തിട്ട് വാട്സപ്പ് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുകയും ചെയ്യാം.